ഡസ് പാസ്റ്റ് മാറ്റർ? അതായത് നിങ്ങളൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെയോ പാസ്റ്റ് മാറ്റർ ചെയ്യും, അത് നമ്മൾ എത്രത്തോളം അതിനെ ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയണം. അതാണ് ചോയ്സ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ മുന്നോട്ട് പറയുന്നത് പൂർണ്ണമായിട്ട് കണക്ട് ആവുള്ളൂ. അപ്പൊ ചോയ്സിനെ പറ്റി പറയാൻ എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജ് തിരഞ്ഞെടുക്കുകയാണ്. നമ്മളിപ്പോൾ കാര്യമായിട്ട് ബോയ്സിനൊക്കെ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ DM വരുന്നത് ഗേൾസ് ആണ്. അവരാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നത്. അതിലൊരു പെൺകുട്ടി അയച്ച മെസ്സേജാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് തന്നെ ചെയ്യാൻ കാരണം. അപ്പൊ ആ പെൺകുട്ടി ചോദിച്ചിരിക്കുന്നതാണ്, ആ പെൺകുട്ടി എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരുപാട് ഫാമിലി പരമായിട്ടുള്ള ഫംഗ്ഷൻസ്, കല്യാണം അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ ഫംഗ്ഷൻസ്, എപ്പോഴും ആളുകളെ കാണാനും ആളുകളോട് സോഷ്യലൈസ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഈ ഒരു വിവാഹം കഴിച്ചിരിക്കുന്ന ഹസ്ബൻഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരുപാട് പാർട്ടികളിലൊന്നും പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷനിലൊന്നും പോകാനോ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഇവരോട് സ്നേഹമോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനും കുറവില്ല. പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ പാർട്ടികളും കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ വലിയ മടിയാണ്. എന്നാൽ ഇവര് പാർട്ടിക്ക് പോകുന്നതിന് ഇയാൾ എതിരുമല്ല. അത് ഞാൻ ചോദിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇവർക്ക് പോകാം, എന്ത് വേണം ചെയ്യാം. പക്ഷെ ഇദ്ദേഹത്തിന് വരാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഈ പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവം ഇവർക്ക് ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പൊ ഇയാളെ ഒന്ന് മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ മലപ്പുറം ബേസ്ഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മാസത്തെ എങ്ങനെ പോലെ ഒരു 3-4 കല്യാണം ഉണ്ടാവും. ഒരു കല്യാണത്തിന് മിനിമം ഒരു 5-6 ഫംഗ്ഷൻസും ഉണ്ടാവും. പല നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യണം. പല പേരുകളിട്ട് പല ഫംഗ്ഷൻസും ഉണ്ടാവും. അപ്പം ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെല്ലാം പോകണം, പങ്കെടുക്കണം, ആളുകളെ കാണണം, സഹകരിക്കണം. അതാണ് ഇവർക്ക് സന്തോഷം കൊടുക്കുന്നത്, അതാണ് ഇവർക്ക് എൻജോയ്മെന്റ് കിട്ടുന്നത്. പക്ഷെ ഇയാൾ നേരെ ഓപ്പോസിറ്റുമാണ്. അപ്പോൾ നമ്മളൊരു ആവറേജ് നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 10-20 ഫംഗ്ഷൻസ് മന്ത്ലി ഇവർക്കുണ്ടാവും. അതിനൊക്കെ ഇവർക്ക് പോകാൻ അറ്റൻഡ് ചെയ്യാനും ഒക്കെ താല്പര്യം. അപ്പോൾ ഈ പെൺകുട്ടിക്ക് വേണ്ടത് ഇയാളെ ഒന്ന് മാറ്റിയെടുക്കണം. കല്യാണങ്ങൾക്കൊക്കെ പോയി ആളുകളോടൊക്കെ ഒരുപാട് സോഷ്യലൈസ് ചെയ്യുന്ന രീതിയിലാക്കി എടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഒരു ഇൻട്രോവേർട്ട് ആണ്. ഒരു ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് അത് ഒരാൾ ബൈ ചോയ്സ് ആകുന്നതല്ല. അവരുടെ ബ്രെയിനും അവരുടെ ഹോർമോൺസും എല്ലാം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അവർ ഒരുപാട് സോഷ്യലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കല്യാണങ്ങൾക്കോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ കുറെ നേരം ആളുകളോട്ടൊക്കെ ചെലവഴിക്കുമ്പോൾ അവർ വല്ലാതെ അവരുടെ എനർജി ഡ്രെയിൻ ആവും. അവർക്ക് സ്വയം നഷ്ടപ്പെടുന്ന പോലൊരു ഫീലിംഗ് ഉണ്ടാവും. അതേസമയം അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ക്ലോസ് സർക്കിളിൽ ഇരിക്കുമ്പോഴാണ് അവർ എനർജൈസ്ഡ് ആകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്, നിങ്ങൾ ഇങ്ങനെ കല്യാണം കാര്യങ്ങൾ ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ വരണം എന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരാളെ ചൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഒരാളെ ചൂസ് ചെയ്തതാണ് നിങ്ങൾ ചെയ്ത ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത്, ഇങ്ങനെ ഒരാളെ ചൂസ് ചെയ്തിട്ട് അയാളുടെ സെൽഫായിട്ട് ഇരിക്കാൻ വിടാതെ, മറ്റുള്ളവർക്കൊന്നും ദ്രോഹം ഉണ്ടാക്കാത്ത ഒരു രീതിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അയാൾക്ക് നിങ്ങൾ പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ അയാൾക്ക് വരാൻ താല്പര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ നിങ്ങളെപ്പോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് രണ്ടാമത്തെ തെറ്റ്. നമ്മൾ ഒരിക്കലും ഒരാളെ വിവാഹം കഴിച്ചിട്ട് അയാളെ നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റിയെടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ആണായാലും പെണ്ണായാലും നിങ്ങളുടെ പാർട്ണറിനെ ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കിയെടുക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ക്യാരക്ടർ ഉള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ പോലെ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും സ്ട്രെസ് ചെയ്യരുത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ചോയ്സ് എന്ന് പറയുന്ന കാര്യം. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വിവാഹം ആലോചിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇയാളോട് ചോദിക്കാം, ഞാനിങ്ങനെ ഒരുപാട് പാർട്ടീസിന് പോകുന്ന ആളാണ്, ഞാനിങ്ങനെ ഒരുപാട് വിവാഹങ്ങൾക്ക് പോകുന്ന ആളാണ്, ഞാൻ എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ പാർട്ട്ണറും ഞാൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണോ, നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് ആദ്യം ചോദിക്കണമായിരുന്നു. അത് ചോദിക്കാതെ നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള ഒരാളെ വിവാഹം കഴിച്ചിട്ട് അയാളെ നിങ്ങളെപ്പോലെ ആക്കിയെടുക്കണം എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. പക്ഷെ നിങ്ങളുടെ പാർട്ണർ വേണേൽ അങ്ങേർക്കും ചിന്തിക്കാം, ഞാനെന്നേ വിവാഹത്തിനൊന്നും പോകാത്ത ആളാണ്, അന്ന് എൻ്റെ ഭാര്യയും പോകണ്ട എന്ന് ചിന്തിച്ച് നിങ്ങളെ പിടിച്ച് വീട്ടിൽ ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. സെയിം ഫീലിംഗ് തന്നെയാണ് അദ്ദേഹത്തിനും ഉണ്ടാകുന്നത്. ഇങ്ങനൊന്നും വരാൻ താല്പര്യമില്ലാത്ത ഒരാളെ അയാൾക്ക് ഈ കല്യാണങ്ങൾക്കും സോഷ്യലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് പോയിരിക്കുമ്പോൾ സ്ട്രെസ്സാണ് ഉണ്ടാകുന്നത്, എനർജി ഡ്രെയിൻ ആകുന്ന പോലാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകളോട് സോഷ്യലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എനർജി കിട്ടും, നിങ്ങൾക്ക് ഒരു ഹൈ കിട്ടും. നേരെ ഓപ്പോസിറ്റ് ആണ് അയാൾക്ക് സംഭവിക്കുന്നത്. അതാണ് രണ്ട് എക്സ്റ്റെന്റ് എന്ന് പറയുന്നത്, എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും. നേരെ ഓപ്പോസിറ്റ് ആണ് ക്യാരക്ടേഴ്സ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അയാളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാൻ പാടില്ല. നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ണർ നിങ്ങളോട് ചോദിക്കണമായിരുന്നു, ഞാൻ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് ഒരുപാട് കല്യാണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ സോഷ്യലൈസ് ചെയ്യുകയോ ഒരുപാട് പാർട്ടി പോവുകയോ അല്ലെങ്കിൽ എപ്പോഴും ആളുകളുമായിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളല്ല, അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത്, നിങ്ങൾക്ക് വേണേ പോകാം, യു ആർ ഫ്രീ ടു ഗോ എന്ന് നിങ്ങളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. ഇത് രണ്ടുപേരും ഒന്നും ചോദിക്കാതെ വിവാഹം കഴിച്ചിട്ട് ഒരാളെ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാറ്റിയെടുക്കണം എന്ന് ചിന്തിക്കുന്നത് വളരെയധികം തെറ്റാണ്. ചിലപ്പോൾ നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ അയാൾ അങ്ങനെ മാറിയേക്കാം. പക്ഷേ അങ്ങനെ നിങ്ങൾ നിർബന്ധിച്ച് അയാളെ മാറ്റിയെടുക്കുമ്പോൾ അയാൾക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളോടുള്ള ട്രസ്റ്റ്, നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ്, നിങ്ങളോടുള്ള ലവ്
ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങളെ കാണുമ്പോൾ ഒരു ഡിപ്രഷൻ പില്ലായിട്ടാണ് അയാൾ കാണുന്നത്. ഡിപ്രഷൻ പില്ലെന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ കുറയ്ക്കുന്ന പില്ലല്ല, ഡിപ്രഷൻ നൽകുന്ന ഒരു പില്ല്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴേ അയ്യോ എന്നെ വിളിച്ചുകൊണ്ട് സോഷ്യലൈസ് ചെയ്യാൻ ആൾക്കാരുടെ ഇടയ്ക്ക് കൊണ്ടിരുത്താൻ പോകുന്നു. അപ്പോൾ നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് കുറയുന്നു മാത്രമല്ല, പതുക്കെ പതുക്കെ നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ പതിയെ പതിയെ രണ്ടുപേരും തല്ലിപ്പിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു തെറ്റ് ചെയ്തു, നിങ്ങൾക്ക് മാച്ച് അല്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചു, നിങ്ങൾ രണ്ടാമത്തെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള ഒരാളെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ തെറ്റ് സംഭവിച്ചു പോയി, അതിനകത്ത് ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഡിവോഴ്സ് മാത്രമാണ്, അതിലേക്കൊക്കെ പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ രണ്ടാമത്തെ തെറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പാർട്ടിക്കൊക്കെ പോകുന്നത് പ്രശ്നമില്ലാത്ത ഒരാളായതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിന് അതൊരു എതിരല്ല, പക്ഷെ നിങ്ങൾ അയാളും കൂടെ വരണം എന്ന് വാശി പിടിക്കുന്നത് നിർത്തണം. ഈ വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ രണ്ട് ചോയ്സ് ആണല്ലോ. ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇയാളും കൂടെ നിങ്ങളുടെ കൂടെ വരണം എന്നുള്ള വാശി പിടിക്കാൻ നിർത്തിയിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്പേസിലേക്ക് വിടുക, നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഇത് ഒന്നാമത്തെ ചോയ്സ്. രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് ഇല്ല എന്റെ പാർട്ണറും എന്റെ കൂടെ വരണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ദെൻ ഗെറ്റ് ഡിവോഴ്സ്. എന്നിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റുമായിട്ട് മാച്ച് ആവുന്ന ഒരാളെ വിവാഹം കഴിക്കുക. അപ്പം ഞാൻ നിങ്ങളോട് ഒരിക്കലും അഡ്ജസ്റ്റ് ആയി പോകണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം സഹിച്ചും ക്ഷമിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ഓപ്പോസിറ്റ് ആയി പോകണമെന്ന് പറയില്ല. പ്രായോഗികമായിട്ടുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള രണ്ട് ചോയ്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതേ ഉള്ളൂ ഇതിൻ്റെ ഒരു വഴി. അല്ലാതെ ഇയാളെ മാറ്റിയെടുക്കാനൊന്നും സാധിക്കുന്ന കാര്യമില്ല. കാരണം അയാളുടെ ബ്രെയിൻ അങ്ങനെയാണ് വയർ ചെയ്തിരിക്കുന്നത്. വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു മീനിനെ പിടിച്ചിട്ട് അതിനെ പറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അതിന് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നത്. അതേ അവസ്ഥ തന്നെയാണ്. കാരണം ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് അവരെപ്പോഴും അവരുടെ സോളിറ്റ്യൂഡ് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോഴാണ് അവർക്ക് എനർജി കിട്ടുന്നത്. അവരുടെ ക്ലോസ് സർക്കിളുമായിട്ട് മാത്രം ഓപ്പൺ ആയിട്ട് സഹകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എപ്പോഴും കുറെ ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ എപ്പോഴും പോയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. പിന്നെ അവർ ചെയ്യും. ഇപ്പം ദളപതി വിജയ് ഒരു ഇൻട്രോവേർട്ടാണ്, പ്രഭാസ് ഒരു ഇൻട്രോവേർട്ടാണ്. അവരെന്തുകൊണ്ട് പക്ഷേ ഫംഗ്ഷൻസിനും കാര്യങ്ങളിലും ഒക്കെ പോകുന്നു? ആ ഫംഗ്ഷൻസും കാര്യങ്ങളും അവർക്ക് ഹൈ കൊടുക്കുന്നു. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. സിനിമ എന്ന് പറയുന്നത് അവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട കാര്യമാണ്. ആ ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അവർക്ക് അതൊരു പ്രശ്നമല്ലാതാവും. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എനർജി ട്രെയിൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം, ചോയ്സ്. ഈ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. മെയിൻ ടോപ്പിക്, ഡസ് പാസ്റ്റ് മാറ്റർ? നിങ്ങളുടെയോ നിങ്ങളുടെ പങ്കാളിയുടെയോ പാസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ബാധിക്കും എന്നുള്ളത്. പുരോഗമനപരമായിട്ടുള്ള ചിന്താഗതി എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ആളുകളുടെ തലയിലേക്ക് കുത്തിക്കയറ്റി വെക്കുന്ന ഒരു കാര്യമാണ് പാസ്റ്റ് ഡസൻ മാറ്റർ. പാസ്റ്റ് എന്തായാലും ഒരു പ്രശ്നമല്ല, പ്രസന്റ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം. എന്നാൽ ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണത്. 100% പാസ്റ്റ് മാറ്റേഴ്സ്. അതിലൊരു സംശയം വേണ്ട. ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നമ്മൾ പാസ്റ്റിൽ ചെയ്തിട്ടുള്ളതിന്റെയും പ്രസന്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെയും റിസൾട്ടാണ് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്നത്, അല്ലെ? അതിലൊരു സംശയമില്ലല്ലോ. 2026 മാർച്ചിൽ 10th എക്സാമും 12th എക്സാമും എഴുതിയിട്ടുള്ള സ്റ്റുഡൻസിന്റെ റിസൾട്ടാണ് ഇപ്പോൾ മെയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവരിൽ പാസ്റ്റിൽ ചെയ്ത ഒരു പ്രവൃത്തിയുടെ റിസൾട്ടാണ് അവർക്കിപ്പോൾ പ്രസന്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമാണ് ഞാൻ ഇത് പറയുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്നതെന്ന് പറയാം. അപ്പോൾ പാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവും. അതെന്തെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവും. അപ്പം പാസ്റ്റ് ഡസൻ മാറ്റർ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കള്ളൻ, അയാൾ വലിയൊരു ബാങ്ക് കൊള്ളയടിച്ചു. എന്നിട്ട് അയാൾ ഒളിവിൽ പോയി. ആ ഒളിവിൽ പോയപ്പോൾ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ട് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പെൺകുട്ടി പറയുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ഈ മോഷണം കാര്യങ്ങളൊക്കെ നിർത്തണം, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പോൾ അയാൾ വിചാരിക്കുന്നു അന്ന് ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി എല്ലാം നിർത്തിയേക്കാന്ന് വിചാരിച്ചിട്ട് അയാൾ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പാസ്റ്റിൽ ബാങ്ക് കൊള്ളയടിച്ചുകൊണ്ട് ഇയാളെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വലിയ ശിക്ഷ കൊടുത്ത് ഏകദേശം ഒരു 5-6 വർഷത്തേക്ക് ഇയാൾക്ക് ജയിലിൽ പോകേണ്ടി വരുന്നു. ഈ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ പെൺകുട്ടി വഴിയാധാരമാകും. ഇവിടെ പാസ്റ്റ് മാറ്റർ ചെയ്യോ മാറ്റർ ചെയ്യില്ലേ? നമ്മൾ പാസ്റ്റിൽ ചെയ്യുന്നതിന്റെ എല്ലാം റിസൾട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടും. സോ തീർച്ചയായിട്ടും പാസ്റ്റ് മാറ്റർ ചെയ്യും. വേറൊരു എക്സാമ്പിൾ പറയുകയാണ് ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി അവളുടെ കാമുകനുമായിട്ട് സെക്ഷൽ കോൺടാക്ട് ഉണ്ടായി. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ വലിയൊരു അടി ഉണ്ടായി, ബ്രേക്കപ്പ് ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി വീട്ടുകാർ നല്ലൊരു കല്യാണാലോചന കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവനുള്ള ദേഷ്യം കാരണം പുതിയൊരു വിവാഹ ബന്ധത്തിന് തയ്യാറായിട്ട് പെൺകുട്ടി അവളോട് പറയാണ് എനിക്ക് നേരത്തെ ഇങ്ങനെ റിലേഷൻ ഉണ്ടായിരുന്നു, അവനോട് ഞാനൊരു സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല, അതെന്റെ പാസ്റ്റ് ആണ്, അത് നിങ്ങളുടെ ജീവിതത്തിന് ഇനി നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു രീതിയിലും ബാധിക്കില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു, കല്യാണം കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ പുതിയതായിട്ട് കല്യാണം കഴിച്ച ആളും ഈ പെൺകുട്ടി അറിയുന്നത് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. അപ്പം മറ്റേ ആളുടേതായിട്ടുള്ള ഒന്നും ഇനി നമ്മുടെ പുതിയ ജീവിതത്തെ ബാധിക്കില്ലെന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. പക്ഷേ ഇയാളുടെ പഴയ കാമുകന്റെ ഒരു കുട്ടിയാണ് ഇപ്പൊ ഈ പെൺകുട്ടി കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പുതിയതായിട്ട് കല്യാണം കഴിച്ച ആള് ഇവളുടെ പഴയ കാമുകന്റെ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഒരു കണക്ഷൻസോ ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചാണ് കല്യാണം കഴിച്ചത്. ഇപ്പോൾ അയാളുടെ കുട്ടിയെ ഇവള് കൺസീവ് ചെയ്യുന്ന അറിയുമ്പോൾ അയാൾക്കും വലിയ രീതിയിലുള്ള പ്രശ്നവും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകും. ഇവിടെ പാസ്റ്റ് മാറ്റർ ചെയ്യുമോ മാറ്റർ ചെയ്യില്ല? സോ തീർച്ചയായിട്ടും പാസ്റ്റ് മാറ്റർ ചെയ്യും. നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ എക്സാമ്പിൾ പറഞ്ഞാണെങ്കിലും ഇതിനകത്ത് ലോജിക്ക് നോക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചോദിക്കും അങ്ങനെയൊക്കെ എവിടെയെങ്കിലും നടക്കുമോ? ആരെങ്കിലും വരെ 3-4 ദിവസം കൊണ്ട് ഒരാളെ മറന്നിട്ട് 6-ാം ദിവസം വേറെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് പോകുമെന്നൊക്കെ. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് 19 വയസ്സുള്ള പെൺകുട്ടി ബാത്റൂമിൽ കയറി പ്രസവിച്ചിട്ട്
കുട്ടിയെ ജനൽ വഴി പുറത്തേക്ക് വലിച്ചെറിയുമെന്ന് ആ വാർത്ത കേൾക്കുന്നതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുമായിരുന്നു? അതുപോലെ 2023 ഞാൻ പറയുകയാണ്, 2024 ദളപതി വിജയ് ഒരു പാർട്ടി തുടങ്ങി 2026 ഇലക്ഷൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് അപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എത്ര പേരാണ് വിശ്വസിച്ചത്, എത്ര പേര് കളിയാക്കിയാണ്? അപ്പോൾ അതാണ്, നമ്മളൊരു കാര്യം എവിടെയെങ്കിലും വാർത്തയായിട്ട് കാണുന്നവരെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നവരെയോ പല കാര്യങ്ങളും നമുക്ക് ഫാൻറ്റസി ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഫുള്ളി കൺവിൻസിങ് ആയിട്ടുള്ള പാസ്റ്റ് ഉള്ള ഒരാളെ, നമുക്ക് അവരെ കിഴിഞ്ഞു നോക്കാനൊന്നും പറ്റില്ല, എന്നാലും നമുക്ക് മാക്സിമം പറ്റുന്ന അത്രയും അന്വേഷിച്ച് നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള പാസ്റ്റ് ഉള്ള ഒരാളെ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ആ പാസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനി എൻ്റെ ഫ്യൂച്ചറിലും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അത് ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കുക. 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ അറിവ് വെച്ച് അന്വേഷിക്കാൻ പറ്റുന്ന അത്രയും അന്വേഷിച്ച് ഒരാളെ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഒരാളുടെ പാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് അത് വെച്ച് ഇനി എൻ്റെ ഫ്യൂച്ചറിലും എന്ത് വന്നാലും പ്രശ്നമില്ല എന്നുള്ള മൈൻഡ് സെറ്റോടുകൂടി വിവാഹം കഴിക്കുക. 2 ഓപ്ഷൻസ് ആണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബോയിയോ ഗേളിനെയോ നിങ്ങൾ അവരുടെ പാസ്റ്റ് ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ ഡേറ്റ് ചെയ്ത് വിവാഹം കഴിക്കും. ചിലപ്പം അവർക്കൊരു 5 or 6 ബ്രോക്കൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം എൻ്റെ പാർട്ട്ണറിന്റെ കുഴപ്പമാണ്. ഞാൻ ഇപ്പോൾ ഒരു ബോയിയോ ഗേൾ എന്ന് പറയുന്നില്ല, ബോയിയോ ഗേളോ ആകാം. ഒരു പെൺകുട്ടിയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ അതൊരു ബോയ് ആണെന്ന് വിചാരിക്കുക, ഒരു ആൺകുട്ടിയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ അതൊരു ഗേൾ ആണെന്ന് വിചാരിക്കുക. അപ്പം അവർ നിങ്ങളോട് വന്ന് പറഞ്ഞത് എൻ്റെ കഴിഞ്ഞ 5 or 6 റിലേഷൻഷിപ്പ് ഫ്ലോപ്പ് ആയത് എൻ്റെ പാർട്ട്ണറിന്റെ കുഴപ്പം കൊണ്ടാണ്, എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങളെ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാകും. ഇവരുമായിട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 5 or 6 പേര് ഇവരുമായിട്ട് ബ്രേക്കപ്പ് ആയി പോയി എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങൾ പാസ്റ്റ് ഡസൻ മാറ്റർ എന്ന് പറയുന്ന മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. പാസ്റ്റ് ഒരു വിധത്തിലും ബാധിക്കുന്നില്ല എന്ന മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇവരുടെ കഴിഞ്ഞ 5 or 6 റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ശരിക്കും അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റോറി ചോദിക്കാൻ തയ്യാറായില്ല. പാസ്റ്റ് അല്ലേ, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടു. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പതുക്കെ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവളുടെ കഴിഞ്ഞ 5 അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവന്റെ കഴിഞ്ഞ 5 or 6 റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാൻ കാരണം, ഫ്ലോപ്പ് ആകാൻ കാരണം. അപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് ഇവർ ഭയങ്കരമായിട്ടുള്ള നാർസിസ്റ്റിക് ട്രൈറ്റ്സ് ഉള്ള ഒരാളാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന ഒരാളാണെന്നുള്ള കാര്യം. സോ ഇവിടെ തീർച്ചയായിട്ടും പാസ്റ്റ് മാറ്റേഴ്സ്. കാരണം ഒരാളുടെ ക്യാരക്ടർ ഒന്നും പെട്ടെന്ന് നിങ്ങളെ കെട്ടിക്കൊണ്ട് 180 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ഒന്നും തിരിയും എന്നൊക്കെ വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. അങ്ങനെ ആരും ഒറ്റ രാത്രി കൊണ്ട് സ്വഭാവമൊന്നും മാറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കുറച്ച് നാളത്തേക്ക് മറ്റൊരാളായിട്ട് അഭിനയിച്ചാലും കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ലൈഫിനെ അത് മോശമായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ സമയം പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പാസ്റ്റ് നോക്കാതിരിക്കുന്നതാണ് പുരോഗമനം എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ പാസ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാതിരിക്കുന്നത് വലിയ മണ്ടത്തരാണെന്നേ പറയൂ. ഈവൻ ഒരു യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ വരെ ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ ഷോറൂം ഹിസ്റ്ററിയും സർവീസ് ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കുക, ഒരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ പാസ്റ്റിൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളൊരു പ്രോപ്പർട്ടിയോ ഒരു ലാൻഡോ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിറ്റ് കളയാൻ പറ്റുന്ന നമ്മുടെ പ്രോപ്പർട്ടീസിൻ്റെ കാര്യത്തിൽ വരെ നമ്മൾ ഇത്രയും കെയർഫുൾ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവനെയും വരെ ബാധിക്കാൻ സാധിക്കുന്ന നമ്മുടെ ഒരു ലൈഫ് പാർട്ണറിനെ സെലക്ട് ചെയ്യുമ്പോൾ മാത്രം എന്തുകൊണ്ട് പാസ്റ്റ് നോക്കുന്നത് ഇത്ര വലിയൊരു തെറ്റായിട്ട് മോഡേൺ സൊസൈറ്റി പറയുന്നു? നിങ്ങൾ പുരോഗമനം അല്ലെങ്കിൽ പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ വന്നിരുന്ന് പറയുന്ന ആളുകൾ എന്ത് തന്നാലും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവരുത്. ഈ പുരോഗമനം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫീഡ് ചെയ്യുന്ന സാധനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അത് നിങ്ങളുടെ ലോജിക്കിന് എതിരാണോ എന്ന് ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം, നീതിക്കും ന്യായത്തിനും എതിരാണോ എന്ന് ആലോചിക്കുക. നിങ്ങളുടെ ലോജിക്കിനും എതിരായിട്ടുള്ള, നീതിക്കും ന്യായത്തിനും എതിരായിട്ടുള്ള ഒരു കാര്യമാണ് പുരോഗമനം എന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ശരിക്കും പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാസ്റ്റിനെ പറ്റി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളോട് പറയാം. ഇപ്പോൾ വളരെയധികം ഡിബേറ്റ് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു വിർജിൻ ആയിട്ടുള്ള ഗേൾ, അവർക്ക് വരുന്ന ഒരു പ്രൊപ്പോസൽ എന്ന് പറയുന്നത് ഒരു പ്ലേ ബോയ് ആയിട്ടുള്ള മിനിമം ഒരു 7-8 ബോഡി കൗണ്ട് ഉള്ള അല്ലെങ്കിൽ 7-8 സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ പറയുന്ന പുരോഗമനത്തിന്റെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് പാസ്റ്റ് ഡസൻ മാറ്റർ എന്ന് പറഞ്ഞിട്ട് അയാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ പല രീതിയിലുള്ള കോംപ്ലക്സുകളും തോന്നാം. അവന്റെ ചില പ്രവൃത്തികളോ കാര്യങ്ങളോ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ഡൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇവൻ കണ്ടിട്ടുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് ബെറ്റർ ആണോ ഞാൻ, അല്ലെങ്കിൽ അവരെക്കാളും മോശമാണോ ഞാൻ, ഇങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ചിന്തകളുണ്ടാവും. അതുപോലെ തന്നെ വേറൊരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഈ ഒന്ന് വിട്ട് ഇങ്ങനെ മാറി മാറി പോകുന്ന ആളുകൾ അവര് ബേസിക്കലി മോസ്റ്റ് പ്രോബബ്ലി ഒന്നിലും സാറ്റിസ്ഫൈ ആകാത്ത ആളുകളാണ്. 1 മാറി 2 മാറി 3 മാറി 4 മാറി 5 മാറി അങ്ങനെ പോകുമ്പോൾ അവർക്ക് ഓരോ റിലേഷൻഷിപ്പും ഇങ്ങനെ മാറുമ്പോൾ അവർക്കൊരു ഹൈ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാനുള്ള സാധ്യത കമ്പാരേറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ ഒരു ബോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ
പാസ്റ്റ് മാറ്റർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പുരുഷന്മാരുമായിട്ട് ഇങ്ങനെയുള്ള ശാരീരിക ബന്ധത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോ ഒക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ പാസ്റ്റ് മാറ്റർ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ പെൺകുട്ടി പിന്നെ അത് കഴിഞ്ഞ് അടങ്ങി ഒതുങ്ങി നിന്നാൽ പോലും നിങ്ങൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ഇവിടെ ഇതിനു മുമ്പ് പോയിട്ടുള്ള ആളുകളെക്കാളും ബെറ്റർ ആണോ ഞാൻ, അല്ലെ മോശമാണോ ഞാൻ? അത് മനുഷ്യ സഹജമാണ്. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു വികാരമാണിത്. ഈ വിശപ്പ്, ദാഹം, അല്ലെങ്കിൽ പേടി, ഭയം, സന്തോഷം, സങ്കടം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ കമ്പയർ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള വികാരമാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്തകളുണ്ടാവും. അപ്പം വെറുതെ എന്തിനാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്? അതുപോലെ തന്നെ വെർജിൻ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ വേണം എന്നിപ്പോൾ പറയുന്നത് എന്തോ വലിയ മഹാ അപരാധം പോലാണ് ഇപ്പോഴത്തെ പുതിയ കൾച്ചർ കാണുന്നത്. എന്തോ നമ്മൾ വലിയ സാമൂഹിക വിരുദ്ധതയാണ് പറഞ്ഞതെന്നുള്ള രീതിയിലാണ് പുതിയ ജനറേഷൻ അതിനെ കാണുന്നത്. നിങ്ങൾ വെർജിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ശാരീരിക ബന്ധത്തിലൊന്നും പോകാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് 101% അവകാശപ്പെടാനുള്ള അർഹതയുണ്ട് എനിക്കും വെർജിൻ ആയിട്ടുള്ള ഒരാളെ വേണമെന്നുള്ള കാര്യം. അതിന് നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ചോയ്സ് ആണത്. നിങ്ങൾക്ക് അധികാരമുണ്ട് തിരഞ്ഞെടുക്കാനുള്ള. നിങ്ങളുടെ ക്വാളിറ്റീസ് വെച്ചിട്ട് നിങ്ങളുടെ ക്വാളിറ്റീസിന് മാച്ച് ആവുന്ന ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള 100% അധികാരവും 100% അവകാശവും നിങ്ങൾക്കുണ്ട്. ഈ സോഷ്യൽ മീഡിയ വന്നിരുന്നു പുരോഗമനം പറയുന്ന ചില ആളുകൾ അവർ ചിലപ്പോൾ ഒന്ന് പറയുന്നുണ്ടാവും അങ്ങനെ പാസ്റ്റ് ഒന്നും ചോദിക്കാൻ പാടില്ല, അതാണ് ഇതാണെന്നൊക്കെ. ഒരു വിധത്തിലും ഒന്നും കെയർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വിർജിൻ ആയിട്ടുള്ള ഒരു ബോയ് ആണ് അല്ലെങ്കിൽ വിർജിൻ ആയിട്ടുള്ള ഗേൾ ആണ്, നിങ്ങൾക്ക് മറ്റ് ശാരീരിക ബന്ധത്തിലൊന്നും നിങ്ങൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 101% നിങ്ങൾക്ക് അർഹതയുണ്ട് എനിക്കും അങ്ങനെയുള്ള ഒരു പാർട്ട്ണറിനെ വേണം എന്ന് ആഗ്രഹിക്കാനും ചോദിക്കാനും. കാരണം അതല്ല, നിങ്ങൾ ഈ സോഷ്യൽ പ്രഷർ കാരണം, ഈ പുരോഗമനത്തിന്റെ പ്രഷർ കാരണം നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ പറഞ്ഞ പോലെ കോംപ്ലക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റേ ആൾക്കും ചിലപ്പോൾ ഇത് അയാളെയും ബാധിക്കും. ടോട്ടലി എല്ലാവരുടെ ലൈഫിനെ അത് ബാധിക്കും. സോ വിർജിൻ ആയിട്ടുള്ള ഒരാൾ അയാൾക്ക് വിർജിൻ ആയിട്ടുള്ള ഒരാളെ തന്നെ വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്തോട്ടെ, അതിനൊരു പ്രശ്നവുമില്ല. ഒരുപാട് ആളുകളുടെ കൂടെ കറങ്ങി നടന്ന് ഒരുപാട് ആളുകളുടെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് വിർജിൻ ആയിട്ടുള്ള ഒരാളെ വേണം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ബോയ്സും ഉണ്ട്, അങ്ങനെയുള്ള ഗേൾസും ഉണ്ട്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല. നിങ്ങൾ അതിനു മുമ്പ് നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതായത് ഇപ്പോൾ വിർജിൻ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ തന്നെ എനിക്ക് വേണം എന്ന് നിർബന്ധമില്ലാത്ത, അത് ഒരു രീതിയിൽ നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുറപ്പുള്ള വിർജിൻ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. അത് നിങ്ങളുടെ ചോയ്സ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ വിവാഹം കഴിച്ച് അയാളെ മാറ്റിയെടുക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. ഇനിയും കുറച്ചുകൂടെ വ്യക്തിയോട് പറഞ്ഞുതരാണെങ്കിൽ, കല്യാണത്തിന് ശേഷം നിങ്ങൾക്ക് കുട്ടികൾ വേണ്ട എന്നുള്ള അഭിപ്രായമുള്ള ആളാണെങ്കിൽ കല്യാണത്തിന് മുമ്പേ ആദ്യം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുട്ടികൾ വേണ്ട എന്ന് താല്പര്യമുള്ള ഒരാളെ വിവാഹം കഴിക്കുക. ഇനി നിങ്ങൾക്ക് കുട്ടികൾ വേണം എന്നുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ താല്പര്യമുള്ള ഒരാൾ വിവാഹം കഴിക്കുക. അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ മുഴുവൻ എക്സ്പോസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഭാര്യയായി കാണാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ എക്സ്പോസ് ചെയ്യാത്തൊരു പെൺകുട്ടിയെ നോക്കി കല്യാണം കഴിക്കുക. അല്ല, എക്സ്പോസ് ചെയ്യുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവളെ നിർബന്ധിക്കരുത് നീ ഫുള്ള് കവർ ചെയ്തുകൊണ്ട് നടക്കാൻ. അപ്പം നമ്മുടെ ചോയ്സുമായിട്ട് മാച്ചായിട്ട് പോകുന്ന ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നോക്കി കല്യാണം കഴിക്കുക. അതുപോലെ നിങ്ങൾക്ക് മോഡേൺ ഡ്രസ്സ് ഇടുന്ന പെൺകുട്ടിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മോഡസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് ഡ്രസ്സ് ധരിക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് അവളോട് എക്സ്പോസ് ചെയ്യാൻ പറയരുത്. അതും തെറ്റാണ്. അതൊക്കെ ഓരോരുത്തരുടെ കംഫർട്ടാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ ഒരുപാട് ആണുങ്ങളുമായിട്ട് ഇഴുകി ചേർന്ന് നടക്കുന്ന, ഒരുപാട് ആണുങ്ങളുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് ഇടപഴകുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ഇടപഴകാത്ത ഒരു പെൺകുട്ടിയെ നോക്കി നിങ്ങൾ കല്യാണം കഴിക്കണം. അല്ലാതെ അങ്ങനെ പോകുന്ന ഒരു പെൺകുട്ടിയെ പിടിച്ചോണ്ട് വന്നിട്ട് നീ ഇന്ന് തൊട്ട് വേറെ ആണുങ്ങളുമായിട്ടൊന്നും സഹകരിക്കാൻ പാടില്ല, ഞാൻ മാത്രമായിരിക്കണം നിങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവരിക്കില്ല. അതുപോലെ തന്നെ ഗേൾസിന്റെ കാര്യം, നിങ്ങളുടെ പാർട്ട്ണറിന് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ സ്ത്രീ സുഹൃത്തുക്കൾ ഇല്ലാത്ത ബോയ്സിനെ നോക്കി നിങ്ങൾ വിവാഹം കഴിക്കണം. അല്ല ഒരുപാട് സ്ത്രീകളുമായിട്ട് കമ്പനിയുള്ള ഒരു പുരുഷനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നീ ഇന്നോട്ട് നന്നാവണം, നീ ഇന്നോട്ട് വേറെ സ്ത്രീകളോട് സഹകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കില്ല, ഉറപ്പായിട്ടും ഇരിക്കില്ല. നിങ്ങളുടെ കണ്ണ് വെട്ടിച്ചെങ്കിലും വേറൊരു പെണ്ണിന്റെ പറയാൻ പോകും. അതുപോലെ തന്നെ ഗേൾസിന്റെ കാര്യവും അങ്ങനെ നടന്ന് ശീലിച്ചിട്ടുള്ള ഒരാളെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇല്ല ഇന്ന് തൊട്ട് ഞാൻ മാത്രം വായിക്കണം നിങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവരിക്കില്ല. അവർ അടുത്ത ആൾക്കാരെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞ സെൻസിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ബോയ്സിന് സംഭവിക്കുന്ന ചില കാര്യമാണ്. ഇപ്പോൾ അവരൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ നോക്കുന്ന സമയത്ത് ആ പെണ്ണ് ഓൾറെഡി റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ആയിരിക്കും ഇടുന്നത്. ചിലപ്പോൾ സ്ലീവ്ലെസ് ആയിരിക്കും, ചിലപ്പോൾ ഡീപ്പ് നെക്ക് ആയിരിക്കും, ചിലപ്പോൾ ക്രോപ്പ് ടോപ്പ് ആയിരിക്കും, നേവലൊക്കെ കാണുന്ന രീതിയിൽ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പം ചിലപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഫിസിക്കലായിട്ടുള്ള ഒരു അട്രാക്ഷന്റെ പുറത്ത് ഇവളോട് സംസാരിക്കുകയും പതിയെ ഇവളോട്ട് റിലേഷൻഷിപ്പിലാവുകയും ചെയ്യും. അവളോട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞിട്ടാണ് ഇവന് പൊസസീവ്നെസ് അടിക്കുന്നത്. അയ്യോ എന്റെ ഗേള്, എന്റെ പെണ്ണ്, ഇവളുടെ ശരീരഭാഗങ്ങളൊക്കെ മറ്റു പുരുഷന്മാർ കാണുകയാണല്ലോ, പുരുഷന്മാരുടെ ചിന്താഗതി ഇങ്ങനെയാണല്ലോ, ഇവന്മാരൊക്കെ ഇങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. അത് ഒരു ആണിന്റെ മനസ്സ് ആണിന് മാത്രമേ മനസ്സിലാവുള്ളൂ.
അപ്പോൾ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരാൺ എവിടേക്കാണ് നോക്കുന്നതെന്ന് കൃത്യമായിട്ട് ആണുങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവാതിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവരൊരു മന്ദബുദ്ധി ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ബുദ്ധിമാന്യോ വൈകല്യോ ഒക്കെ ഉള്ള ആളായിരിക്കണം. ബാക്കിയുള്ള ആണുങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും ഇവൻ അപ്പോൾ പോസിറ്റീവ്നെസ് അടിക്കും. അപ്പോൾ പറയും നീ അത് മറയ്ക്കണം, നീ ഇത് മറയ്ക്കണം, നീ ഷോൾ ഇടണം, നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. ഓൾറെഡി അങ്ങനെ നടന്നൊരു പെണ്ണിനെ പിടിച്ചോണ്ട് വന്നിട്ട് നീ നിന്റെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഫിറ്റ് ഇൻ ആക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഒരിക്കലും ആവില്ല. കാരണം അവൾക്ക് അങ്ങനെ നടന്ന് ശീലിച്ചു, അവൾക്ക് വലിയൊരു സ്ട്രെസ് ആയിരിക്കും അങ്ങനെ ഉണ്ടാകുമ്പോൾ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോഴാണ് ഒരു റെഡ് ഫ്ലാഗ് ആകുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ആദ്യമേ ചിന്തിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഇവളുടെ ലൈഫ് സ്റ്റൈൽ, റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെയാണ് ഇവളിടുന്നത്, എപ്പോഴും ഒരുപാട് പുരുഷന്മാരുമായിട്ട് സഹകരിക്കുന്ന ഒരാളാണ്, ഞാൻ ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ആണ്, എന്റെ ചിന്താഗതി ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്, എനിക്ക് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. സോ ഇപ്പം ഇവളോടുള്ള അട്രാക്ഷന്റെ പുറത്ത് ഞാൻ ഇവളെ തെരഞ്ഞെടുത്താലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പോസിറ്റീവ്നെസ് ഉണ്ടാവും, എനിക്ക് ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ട് അതുമായിട്ട് മാച്ചായി പോകുന്ന പെൺകുട്ടി ഒരുപാട് കാണും. ഇപ്പോൾ ഒരുപാട് പുരുഷന്മാരുമായിട്ട് അങ്ങനെ സഹകരിക്കാൻ താല്പര്യമില്ലാത്തോ അല്ലെങ്കിൽ ബോഡി എക്സ്പോസ് ചെയ്യുന്നത് റിവീൽ ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത പെൺകുട്ടികളോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരാളെ കണ്ടെത്തുക, അവരെ വിവാഹം കഴിക്കുക. മറ്റേവരെ ബോഡി റിവീൽ ചെയ്യുന്നതും മറ്റു പുരുഷന്മാരുമായിട്ടോ സഹകരിക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് അടുത്തിടപെടുന്ന ഇന്റിമേറ്റ് ആകുന്നതൊന്നും പ്രശ്നമല്ലാത്ത ആൺകുട്ടികളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ അവരെ വിവാഹം കഴിച്ചോട്ടെ. അപ്പൊ അവരുടെ ജീവിതം ഹാപ്പി, നിങ്ങളുടെ ജീവിതം ഹാപ്പി. അല്ലാതെ നിങ്ങൾ ഒരുപാട് പുരുഷന്മാരോട് സഹകരിക്കുകയും അവരോട് എഴുതി ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്ന പെൺകുട്ടിയൊക്കെ അപ്പോൾ തോന്നുന്നൊരു ഫിസിക്കൽ അട്രാക്ഷന്റെ പുറത്ത് പോയി അങ്ങോട്ട് കയറി പ്രേമിച്ചിട്ട് വൺസ് നിങ്ങളുടേതായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് റിലേഷൻഷിപ്പ് ആയി കഴിയുമ്പോൾ അവരെ നിങ്ങളുടെ മൈൻഡ് സെറ്റിലേക്ക്, നിങ്ങളുടെ ചട്ടക്കൂടിലേക്ക് ഫിറ്റ് ഇൻ ആക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുമായിട്ടായിരിക്കും നമുക്ക് ആദ്യം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നത്. പിന്നീട് ആ ഒരു അട്രാക്ഷൻ നിങ്ങളുടെ ഉള്ളിലൊരു പ്രണയമായി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ അത് റിയലൈസ് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ കടന്നുപെടും. അതുകൊണ്ട് തന്നെ അറ്റ് ദ വെരി ഫസ്റ്റ് ബിഗിനിങ്, തുടക്കത്തിലെ നിങ്ങൾ അവോയ്ഡ് ചെയ്തേക്കുക. തുടക്കത്തിലെ നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, നിങ്ങളുടെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക. അതിന് ഫിറ്റിനാകുന്ന ആളെ നോക്കി തിരഞ്ഞെടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഗേൾഫ്രണ്ട് എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ ഇഷ്ടമല്ലാത്ത പെൺകുട്ടിയെ നോക്കി തിരഞ്ഞെടുക്കുമ്പോൾ അവൾക്കും അത് വലിയ കംഫർട്ട്, നിങ്ങൾക്കും വലിയ കംഫർട്ട്, ഒരു പ്രശ്നവുമില്ല, വളരെ ഹാപ്പി ആയിട്ട് പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചോയ്സിനെ പറ്റി നമ്മൾ ആദ്യം പറയണം. അതാണ് ചോയ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ചോയ്സും അവരുടെ ചോയ്സും തമ്മിൽ മാച്ചായിട്ട് പോകുന്നുള്ള അങ്ങനെയുള്ള ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലാതെ അപ്പം തോന്നുന്ന ഫിസിക്കൽ അട്രാക്ഷന്റെ പുറത്ത് ഓപ്പോസിറ്റ് ചോയ്സിലുള്ള ഒരാളെ വിവാഹം കഴിച്ചിട്ട് അവരെ നമ്മുടെ ചോയ്സിലേക്ക് ഫിറ്റ് ഇൻ ആക്കാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കാൻ. നിങ്ങൾക്കും വലിയ സ്ട്രെസ് ആയിരിക്കും, അവർക്കും വലിയ സ്ട്രെസ് ആയിരിക്കും, അവസാനം തല്ലിപ്പിരിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ചുകൂടെ എന്തൊക്കെയോ പറയാനുണ്ട്. ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഇല്ല, ലൈവായിട്ട് വന്നിരുന്ന് പറയുകയാണ്. എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്, സാരമില്ല, നമ്മൾ എന്തായാലും അടുത്തടുത്ത വീഡിയോ ചെയ്യും, അതിനകത്ത് ഉൾപ്പെടുത്താം. സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും തന്നെ പറയാനുള്ളൂ. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇനി ചിലപ്പോൾ ഈ ഒരു വീഡിയോ എന്തോ ഒരു സജഷൻ കൊണ്ട് നിങ്ങൾ വന്നതായിരിക്കും. ഇനി ചിലപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് വരാൻ. സോ പ്ലീസ് കൺസിഡർ ദാറ്റ്. I'll see you in my next video. I am Adil Hussain, signing off.